പ്രശസ്ത സംവിധായകൻ ആഷിഖ് അബു ആഷിഖ് അബു ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. ബി ഉണ്ണികൃഷ്ണൻ കോൺക്ലേവിൽ നിന്നും മാറി നിൽക്കണം എന്നാണ്. എന്ത് അർത്ഥത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം ഡയറക്ടേഴ്സ് യൂണിയന്റെ അംഗമാണ്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ആ ഡയറക്ടേഴ്സ് യൂണിയനിലെ ഒരു അംഗം ഫെഫ്കയിൽ വിഭാഗീയത ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു മണ്ടത്തരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ സ്വഭാവം അറിയാല, ഒരാളെ തെറ്റിച്ച് കുടുംബത്തേക്ക് ഒരു സുഖം, തമ്മിലടിപ്പിക്കും ഒരു സുഖം. ബുദ്ധി കൂടിക്കഴിഞ്ഞാൽ ചിലർക്ക് വട്ടായി പോവും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ആഷിഖ് അബു ഒരു മിടുക്കനായ ഡയറക്ടറാണ്, പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോ വട്ടായി പോയെന്നുള്ളതാണ് എന്റെ സംശയം. ആഷിഖ് അബുവിന്റെ പല സിനിമകൾക്കും കഴിഞ്ഞ ദിവസം ചെയ്ത സിനിമയിൽ നിന്ന് 40 ലക്ഷം രൂപയോളം ഫെഫ്കയിലെ വിവിധ വർക്കേഴ്സിന് കൊടുക്കാണ്ടെന്നുള്ളത് നഗ്ന സത്യമായിരിക്കെ എന്നാലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ. മറ്റൊന്ന് ബഹുമാനപ്പെട്ട ശ്രീ വിനയൻ അവർ, വിനയേട്ടൻ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമമാണ് തോന്നുന്നത്. നിങ്ങൾ രക്തമൂറ്റി കുടിക്കുന്ന ഡ്രാക്കുളയേക്കാൾ നീചനാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് സമ്മതിക്കേണ്ടി വരില്ലേ? സമ്മതിക്കേണ്ടി വരുമോ ഇല്ലയോ? അമ്മയെ ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയത് വിനയനാണ്. വിനയൻ ബുദ്ധിപൂർവ്വം ചെയ്തു. ഇപ്പോഴല്ല, 2014 ഞാൻ പറയും. വിനയൻ്റെ പെറ്റീഷനിൽ വിനയൻ പ്രതിയാക്കിയത് 3 പേരെയാണ്. 4 സംഘടനയും 3 വ്യക്തിയും ചേർന്ന്, ഒന്ന് ഫെഫ്ക, ഒന്ന് അമ്മ, 2 സംഘടന, പിന്നെ 3ാമത്തത് മമ്മൂട്ടി. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഒരു ഈച്ച അനങ്ങൂല, ഒരു കാക്ക പറക്കൂല. അങ്ങനെയുള്ള നമ്മളെടുത്ത് അറാമ്പറപ്പ് കാണിക്കുക. 4ാമത് മോഹൻലാൽ, 5ാമത് ദിലീപ്. അങ്ങനെ അമ്മയും 3 ഫെഫ്കയും 3 സുപ്രധാന നടന്മാരുമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ കേസ്. എല്ലാവരും 10-12 വർഷം അതിനകത്ത് വെച്ച് പൂട്ടിയത്. അദ്ദേഹം മുമ്പ് മാക്ട ഫെഡറേഷന്റെ നേതാവായിരുന്നു. ഒരു കാലത്ത് മുടിചൂടാമന്നനായിട്ട് വിനയൻ ഭരിച്ചുകൊണ്ടിരുന്നു. വിനയൻ അങ്ങനെ മുടിചൂടാമന്നനായിട്ട് ആരെയും അടുപ്പിക്കാതെ അടുത്ത തെരഞ്ഞെടുപ്പ് വരണം, അതിൻ്റെ സമയമായി കഴിയുമ്പോൾ ഏതെങ്കിലും ഈ മുനിസിപ്പൽ കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ ഓർഡർ കൊണ്ടുവരും. ഏതെങ്കിലും അംഗത്തെ കൊണ്ട് വോട്ടർ പട്ടിക പുതുക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രീതിയിൽ ആ തെരഞ്ഞെടുപ്പ് നടക്കാൻ സമ്മതിക്കുക. ആരെങ്കിലും ഒരു സ്റ്റേ ഓർഡർ. ഈ കളി വിനയൻ കളിച്ചു എന്നാണ് ഇപ്പുറത്തുള്ളവർ പറയുന്നത്. നീ പറയുന്ന പ്രാന്തൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങാനല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. ഒരുപാട് ഒലത്താതെ വെച്ചിട്ട് പോടാ. നീ വിശ്വസിക്കണ്ടാ. നിനക്ക് വിശ്വസിക്കാൻ ഇഷ്ടമുള്ളത് മാത്രം ഒലത്താൻ തുറന്നു വെച്ചിട്ടുള്ളൂ 24/7 കുറെ വാർത്താ ചാനലുകൾ. നീ അവരിട്ടിരുന്നത് വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങുക. അപ്പോൾ ഇങ്ങനെ വിനയൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവർ പാരലായിട്ട് പിന്നെ ഈ പണ്ടാറക്കാലിനെ ഇറക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് വേറെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഫെഫ്ക ഉണ്ടാക്കി. അതെനിക്കിഷ്ടമില്ല. ഒരു കാട്ടിൽ തന്നെ 2 സിംഹം വേണോ? 2 സിംഹം വേണ്ട, ഒരു സിംഹവും ഒരു മരപ്പട്ടിയാകാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുന്നേൽ മത്തച്ഛൻ്റെ അടുത്തുനിന്ന് കടയാടി രാഘവനും കടയാടി ബേബിയും മാറി. ഇപ്പുറത്ത് ആനക്കാട്ടിൽ ഈ പച്ചൻ നിൽക്കുന്നു. യുദ്ധം തുടങ്ങുന്നു. കാണാടാ ഇന്നും തീരാത്ത പ്രവാസം. മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് 3 പേരെ ഓപ്പോസിറ്റ് പാർട്ടി ആക്കിയിരുന്നു വിനയൻ. സാധിച്ചില്ല. വ്യക്തിവിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും മയിൽക്കുറ്റികൾക്ക് പോലും സുപരിചിതമാണ്. ഏകദേശം ഈ റേഞ്ച് പിടിക്കാൻ കോൺട്രാക്ടർമാർ നടത്തുന്ന യുദ്ധമാണ് ഈ സംഘടനകൾ പിടിക്കാനായിട്ട് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവനെ നോവിക്കാൻ പുതിയ വഴികളുണ്ടിപ്പോ. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ അവരെ കാർക്കിച്ചൊതുപ്പുന്ന ഒരു പരിസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. അപ്പോഴാണ് മമ്മൂട്ടി, മോഹൻലാൽ, സിദ്ദിഖ് തുടങ്ങിയവർ ഈ വടംവലിയിൽ നമുക്ക് വിട്ടുകൊടുത്തും ജയിക്കാം. ഇനി മണപ്പള്ളി പവിത്രൻ കളി മാറ്റി കളിക്കുക. ഇപ്പം ഈ അമ്മ എന്ന സംഘടന മോഹൻലാൽ അങ്ങ് വിട്ടപ്പോൾ എന്തായി? അപ്പുറത്ത് മലനിരച്ച് വീണു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. മമ്മൂട്ടിയുടെ ബുദ്ധിയാണോ ഇതിന്റെ പിന്നിൽ? അതാണ് ഈ ചെമ്പിലെ വക്കീലിൻ്റെ ബുദ്ധി. പോയാ ചെറ്റയോട് പറഞ്ഞേക്ക്, മാരാരി കേസിൽ അപ്പീർ ചെയ്യുകയും ചെയ്യും, മേനോൻ സാറിനെ പുല്ല് പോലെ ഇറക്കിക്കൊണ്ട് വരികയും ചെയ്യുമെന്ന്. എന്നെ വിളിച്ചത് എന്ത് ചൂടനാ? അവൻ ജയിക്കുന്നത് വരെ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകുകയും ചെയ്യും. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്.